മനുഷ്യജന്മം സാർത്ഥകമാകുന്നത് ഒരു കൈ സഹായം അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുമ്പോഴാണ്. ദൈവം നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുമ്പോഴും എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴും. അങ്ങനെ ഓടുമ്പോൾ ഇടയ്ക്കെങ്കിലും ചുറ്റുമൊന്ന് നോക്കുവാൻ നമുക്ക് കഴിയണം. അവിടെ എവിടെയൊക്കെയോ നമ്മുടെ കനിവ് കാത്തിരിക്കുന്ന കണ്ണുകളുണ്ടാവാം. അങ്ങനെയുള്ള സുമനസ്സുകളുടെ പ്രാർത്ഥനയും സഹായത്തിനുമായി വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് ചേർത്തല മായിത്തറയ്ക്ക് സമീപം നെടുഞ്ചിറ വീട്ടിൽ ദീപ അനിലും 2 കുഞ്ഞു പെൺമക്കളും. ദീപയുടെ ഭർത്താവ് അനിൽകുമാർ ഗുരുതരമായ വൃക്കരോഗം ബാധിച്ച് 2 വർഷമായി കിടപ്പിലാണ്. പ്രവാസിയായ അനിൽകുമാറിന്റെ ജീവിതം മാറ്റിമറിച്ച ഈ രോഗത്തിന്റെ തുടക്കം രക്താതിസമ്മർദ്ദത്തിന്റെ രൂപത്തിലായിരുന്നു. 49കാരനായ അനിൽകുമാർ അസുഖത്തിന്റെ തീവ്രത മനസ്സിലാക്കിയപ്പോഴേക്കും 2 വൃക്കയും തകരാറിലാവുകയായിരുന്നു. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കിഡ്നി മാറ്റി വെക്കണം, ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ നിർദ്ദേശം. അതിനുള്ള തുക എൻ്റെ കയ്യിലില്ല. ആഴ്ചയിലുള്ള 3 ഡയാലിസിസിനുമായി വേണ്ടി വരുന്നത് 6000 രൂപയാണ്. കഴുത്തിലൂടെ താൽക്കാലിക സംവിധാനം ഉപയോഗിച്ചാണ് ഡയാലിസിസ് നടത്തിയിരുന്നത്. എന്നാൽ അവിടം ഇൻഫെക്ഷൻ ബാധിച്ചതിനാൽ ICUവിൽ ചികിത്സയിലായിരുന്നു അനിൽകുമാർ. എന്നെ ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിക്കുകയായിരുന്നു. അവിടുത്തെ ഉണ്ണി ഡോക്ടറുടെ നിർദ്ദേശം ഇത് തന്നെയാണ്. ട്രാൻസ്പ്ലാന്റ് അല്ലാണ്ട് ഇതിന് വേറെ മാർഗ്ഗമില്ല. ജോലിയൊക്കെ ചെയ്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അത് 1 കൊല്ലത്തെ റെസ്റ്റ് എടുക്കണമെന്ന്. 2 പെൺകുഞ്ഞുങ്ങളുടെയും പ്രായമായ അച്ഛൻ്റെയും വിശപ്പടക്കാനോ വീട്ടുവാടക നൽകുവാനോ തുടർ ചികിത്സയ്ക്കോ പോലും തീരെ നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം ഇപ്പോൾ. അങ്ങനെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പം തന്നെ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. വാടക 10 മാസത്തിന് മേലിലായി കൊടുത്തിട്ട്. ഈ ദുരവസ്ഥയിലും കുടുംബം പട്ടിണിയാകുമെന്ന് കരുതി മാസ്ക് തയ്ച്ചു നൽകുവാൻ അനിൽകുമാർ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനും കഴിയാത്ത അവസ്ഥയാണ്. ആരോഗ്യം തിരിച്ചു പിടിച്ച് ശസ്ത്രക്രിയ വഴി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാൽ അനിൽകുമാറിന് ജീവിതം തിരിച്ചു പിടിക്കാം. ഇതിനുവേണ്ടിയാണ് ഈ കുടുംബം സുമനസ്സുകളുടെ കരുണ തേടുന്നത്. മൂത്ത മോള് എപ്പോഴും പറയുകയും അച്ചായനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറിന് അതേ ഗ്രൂപ്പ് തന്നെയാണ് എനിക്കും പഠിക്കേണ്ടത്. ഇതൊക്കെ കേൾക്കാൻ നമുക്ക് പ്രയാസം. പിന്നെ ഇനി വരെ മുമ്പോട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിൽ എന്നെ കൊണ്ടാകില്ല. കൗമാരം പിന്നിടാത്ത 2 പെൺമക്കളുമായി നിത്യചിലവിനു പോലും മാർഗമില്ലാതെ കരളുപൊള്ളി നിൽക്കുകയാണ് അനിലിന്റെ ഭാര്യ ദീപ. കുടുംബത്തിന് താങ്ങാകേണ്ട മകനെ ഓർത്തുള്ള ആദിയിലാണ് പ്രായമായ അച്ഛനും. മരുന്നിനപ്പുറം അനിലിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശസ്ത്രക്രിയ കൂടിയേ തീരൂ. 13.5 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി വേണ്ടിവരുന്നത്. സ്പൈനൽ മസ്കുലാർ അട്രോഫി ബാധിച്ച് കനിവ് തേടിയ കുഞ്ഞിന് 18 കോടി രൂപ അക്കൗണ്ടിൽ എത്തിച്ചവരാണ് നമ്മൾ. ഇവിടെ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുകളും നമ്മുടെ ഒരു കൈ സഹായത്തിനായി കാത്തിരിക്കുന്നുണ്ട്. നിഷ്കളങ്കമായ ആ മുഖങ്ങൾ അവരുടെ നോവുകളെല്ലാം നമ്മളോട് പറയുന്നുമുണ്ട്. നമ്മളൊന്നും മനസ്സ് വെച്ചാൽ പോക്കറ്റ് മണിയായി നമ്മൾ ചിലവഴിക്കുന്നതിന്റെ ഒരു വിഹിതം അനിൽകുമാറിന്റെ ചികിത്സയ്ക്കായി നൽകിയാൽ ഒരുപക്ഷെ അത് ആ ജീവൻ തിരിച്ചു നൽകിയേക്കും. അച്ഛന്റെ പുഞ്ചിരി എന്നും കാണുവാൻ ആ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും. നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലും ഇൻസ്റ്റാ സ്റ്റോറികളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും നമ്മുടെ ഫോട്ടോകൾക്ക് പകരം ഈ വാർത്ത നിറഞ്ഞു നിൽക്കട്ടെ. നമ്മളെ കൊണ്ടാകുന്ന ചെറിയ സഹായം നമുക്കും ചെയ്യാം. ആർക്കും വലിയ ഭാരമാകാതെ 13.5 ലക്ഷം രൂപ എന്ന സംഖ്യ സമാഹരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. അതുവഴി ആ കുടുംബത്തിന്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിക്ക് കാരണമാകാം. അത്ഭുതങ്ങളിൽ ഈ നിർധന കുടുംബം പ്രതീക്ഷ വയ്ക്കുന്നില്ല. എന്നാൽ നമ്മളിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്ന് മറക്കാതെയിരിക്കാം. ഇപ്പോൾ തന്നെ നമ്മളാൽ ആകുന്നത് അവരിലേക്ക് എത്തിക്കാം. നല്ലവരായ ജനങ്ങളുടെ സഹായം എനിക്ക് കിട്ടിയാൽ മാത്രമേ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഈ അസുഖം മാറ്റിയെടുക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ നല്ലവരായ ജനങ്ങളുടെയും സഹായം എനിക്ക് തന്നെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അനിൽകുമാറിന്റെ അക്കൗണ്ട് വിവരങ്ങൾ ഇങ്ങനെയാണ്.